ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കിയാലുണ്ട്. ഇന്നൊരു മിനി ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഡ്രസ്സ് അലക്കാണ്ട് അതങ്ങ് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ടിട്ടാകുമ്പോൾ നമുക്ക് ബാക്കി പണിയൊക്കെ ആവുമ്പോൾ ഈ ഡ്രസ്സിൻ്റെ പണിയും ആവുമല്ലോ. പിന്നെ അതിട്ട് നേരെ കിച്ചണിലോട്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ അതൊക്കെ കഴുകിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഏതുതരം വീഡിയോസാണ് ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതായിട്ടുള്ള വീഡിയോസ്, ഇതുമാതിരിയുള്ള മിനി ലൈഫ് വീഡിയോസാണ് ഇഷ്ടമെങ്കിൽ അതുമായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതാണ്. പിന്നെന്താ, ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. പിന്നെ തട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തോർത്തിയെടുക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് പുറം ഭാഗം തോർത്താണ്ടായിരുന്നു സിറ്റൗട്ടൊക്കെ. അപ്പോൾ പാത്രം കഴുകിയതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് തോർത്തി കൊടുക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പാത്രം കഴുകി പാടില്ലേ, ചോറ് വെക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇത് ചോറ്റിനുള്ള വെള്ളം കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെച്ച് പിന്നെ തോർത്തുന്നാണെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചോറിൻ്റെ വെള്ളം ചൂടാവുമല്ലോ. പിന്നെ അതിൽ കഴുകി ഇട്ടാൽ മതിയല്ലോ. അതേ ടൈമിൽ തന്നെ ഞാൻ മീൻ കുറച്ചുണ്ടായിരുന്നു, അത് കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ സിറ്റോട് തോർത്താനുണ്ടായിരുന്നു കൊട്ടപ്പുറത്ത്. അങ്ങനെ അത് വേഗം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അത് തുടച്ച ശേഷം വേഗം അകത്തോട്ട് വന്നിട്ട് നമ്മളെ കരയ്ക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതിൽ ചാറാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, വേഗം തേങ്ങ പൊട്ടിച്ചെടുത്തു. പിന്നെ ഈ അതിൽ ചാറ്റിനുള്ളതില്ല അരപ്പ് ഞാൻ ഫസ്റ്റ് തന്നെ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം കേട്ടോ ഗ്രൈൻഡറിലിട്ടത്. ആ ഒരു ടൈമിൽ മോൻ എണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അവന് ഫുഡൊക്കെ കൊടുത്തു, കുളിപ്പിച്ചെടുത്തു. എന്നിട്ട് റൂമൊക്കെ ഒന്ന് കൊട്ടി, എന്നിട്ട് മോനുള്ള ഫുഡ് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ അവന് രാവിലത്തെ അപ്പം കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഉമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, മീനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിച്ചണിലോട്ട് അവന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം കിച്ചണിലോട്ട് വന്നിട്ട് ധാരപ്പിര കേട്ടോ കറി വെക്കുന്നത്. പിന്നെ ആ ധാരപ്പിര കട്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ മുറിച്ചിട്ടായിട്ടുണ്ട്. മീനിൻ്റെ കറിക്കുള്ളത് അതും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ മിക്സിയിലിട്ട കൊണ്ട്. പിന്നെ വേഗം ധാരപ്പിര വെക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ കലം പോറുന്നുണ്ട്. കലം പോറിന് ശേഷമായിട്ട് ധാരപ്പിര വെച്ച് ഞാൻ ഈ ഒരു ചട്ടിയിലാണ് സ്റ്റാർട്ടിങ് വെക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ചട്ടി ഗ്യാസിൽ നിൽക്കുന്നില്ല, സ്ലിപ്പാകുന്നത് കൊണ്ട് ഞാൻ പിന്നെ വേറൊരു ചട്ടിക്ക് ഇതൊക്കെ മാറ്റിയിട്ട് കുറച്ച് വേഗം വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് വെള്ളമൊന്നും കൂട്ടുന്നില്ല. മസാല ആക്കിയതിന് ശേഷം മുറിച്ച് ധാരപ്പിര കഴുകിയിട്ട് ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ലാസ്റ്റ് എന്നത്തും പോലെ തേങ്ങയും വെളുത്തുള്ളിയും കുറച്ച് എണ്ണവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ധാരപ്പിര കറിയായി. പിന്നെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചോറായിട്ടുണ്ട്, മീനിൻ്റെ ചാറായിട്ടുണ്ട്, ധാരപ്പിര കറിയൊക്കെ ഇതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അത് രാവിലത്തെ കുറച്ച് പരിപ്പ് കറിയായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ്